ഹായ് ഫ്രണ്ട്സ്, ഹെൽപ്പ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മുതൽ കൊച്ചു കുട്ടികൾക്ക് വരെയുള്ള പ്രശ്നമാണ് താരൻ പോകാനായി ഞാൻ ചില വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് ചെയ്ത് പലർക്കും റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. എന്നാൽ എളുപ്പത്തിൽ താരൻ കളയാനുള്ള ചില ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നു. അതിന് കാരണം അരിവേപ്പിൻ്റെ വീഡിയോയിൽ കമൻസ് വന്നു, വേപ്പില കിട്ടുന്നില്ല. അതുപോലെ ആപ്പിൾ സിഡർ വിനെഗറിൻ്റെ വീഡിയോയിൽ അതും കിട്ടുന്നില്ല, നാട്ടിലുള്ളവർക്ക് അത് കിട്ടാൻ കടകളിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കമൻസ് 3 വീഡിയോസിലുമായിട്ട് വന്നു. അതുകൊണ്ട് വീടുകളിൽ സ്ഥിരം കിട്ടുന്ന ചില ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തി മാത്രമാണ് ഈ വീഡിയോ. മുടി കൊഴിച്ചിലിന് കാരണവും ഒരു പരിധിവരെ ഈ താരൻ തന്നെയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ, ക്ലോറിൻ കലർന്ന വെള്ളം, മുടി നന്നായി നോക്കാൻ ടൈം കിട്ടുന്നില്ല, കറക്റ്റ് ആഹാരം കിട്ടുന്നില്ല, ഇതൊക്കെ മുടി കൊഴിച്ചിലിനും താരനും ഒക്കെ കാരണമാണ്. അതുപോലെ താരൻ ഉള്ളവർ ചീകുന്ന ചീപ്പ്, സോപ്പ്, തോർത്ത് ഇതൊക്കെ ഉപയോഗിച്ചാൽ അതില്ലാത്തവർക്കും വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യുക. പഴയ തലമുറക്കാർ, അതായത് നമ്മുടെ വല്യമ്മച്ചിമാര് മുത്തശ്ശിമാരും ഒക്കെ ചെയ്തിരുന്ന ചില ഒറ്റമൂലികളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ചെയ്യുക, റിസൾട്ട് ഉറപ്പാണ്. 10 ടിപ്സ് ഞാൻ തരുന്നുണ്ട്. അതിൽ ആദ്യത്തേത് തുളസി ഇലയും നെല്ലിക്കയും. ഇതിന് കണക്കില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. ഇത് നല്ലതുപോലെ അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. 1 മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. കഴുകിക്കളയാൻ ഇച്ചിരി ബുദ്ധിമുട്ടും, കാരണം ഈ നെല്ലിക്കയുടെ ഞാൻ യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു പൊടി പോലെ കാണുമേ, കുറേ വെള്ളം വേണം ഇത് കഴുകിക്കളയണമെങ്കിൽ. അപ്പോൾ ഇത് ചെയ്യാം. അടുത്തത് ഇളം ചൂടാക്കിയ വെളിച്ചെണ്ണയിൽ നാരങ്ങാനീര് ചേർത്ത് നല്ലതുപോലെ തലയോട്ടിയും തല നല്ലതുപോലെ മസാജ് ചെയ്യുക. വെളിച്ചെണ്ണ അധികം ചൂട് പാടില്ല, അത് തലയ്ക്കും മുടിക്കും കേടാണ്. ചെറിയ ചൂടെന്നാ ഞാൻ പറഞ്ഞത്, അത് ശ്രദ്ധിക്കണേ. അല്പസമയത്തിന് ശേഷം കഴുകിക്കളയാൻ താളിയോ നെല്ലിക്കാപ്പൊടിയോ ഉലുവ പേസ്റ്റ് ആക്കിയതോ ഒക്കെ ഉപയോഗിക്കാം. പുളിപ്പുള്ള കാരണം നെല്ലിക്കാപ്പൊടി മുടിയുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. താരനെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ലൊരു ഔഷധമാണ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ഈ സിട്രിക് ആസിഡ് താരനെ ഇല്ലാതാക്കും. പലരുടെയും സംശയമാണ്, നാരങ്ങ മുടി നരയ്ക്കുമോ എന്ന്. എനിക്ക് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇതേ കുറിച്ച്. പക്ഷെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഒരുമാതിരിയുള്ള എല്ലാ ഹെയർ പാക്കിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ നാരങ്ങ എന്ന് പറയുന്നത്. അടുത്തത് ഉള്ളി. അത് കൊച്ചുള്ളിയോ സവാളയോ ഏതുമാകാം. ഇത് താരനും മുടി കൊഴിച്ചിലിനും മുടി വളരാനും ഒക്കെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇതിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. പലർക്കും വളരെ നല്ല റിസൾട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് എടുത്തു പറയുന്നത്. ഇനി ഈ തലയിൽ ഉള്ളിനീര് പുരട്ടുകയോ ഉള്ളി അല്പം കനത്തിൽ കട്ട് ചെയ്ത് തലയിൽ ഉരച്ച് മസാജ് ചെയ്യുകയോ ചെയ്യാം. ഇനി ഉള്ളി നീരാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞു കൊച്ചുള്ളിയോ സവാളയോ ഏത് വേണേലും ആകാം, അതിൻ്റെ നീരാണെങ്കിൽ അതിൽ കുറച്ച് നാരങ്ങാനീര് കൂടി ചേർത്താൽ ഉള്ളിയുടെ ആ ഒരു ഘ്രാണം മാറിക്കിട്ടും. താരൻ പെട്ടെന്ന് മാറി തലയോട്ടിയിലെ ചൊറിച്ചിലും മാറിക്കിട്ടും. പലരും പറയുന്നതാണ് ഈ ഉള്ളിനീര് തേക്കുമ്പോൾ ഭയങ്കര ഘ്രാണമാണ്, ഭയങ്കര സ്മെല്ലാണെന്ന്. ഞാനും അത് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് അത്ര ഫീൽ ആവുന്നില്ല. എനിക്ക് തോന്നുന്നു ഒത്തിരി അങ്ങ് തേക്കുമ്പോഴാണ് ഈ സ്മെല്ല് വരുന്നതെന്ന്. കുറച്ചേ തേക്കുന്നുള്ളൂ എങ്കിൽ ഈ സ്മെല്ല് വരില്ല. അപ്പോൾ നിങ്ങളത് ആവശ്യത്തിന് മാത്രം തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അടുത്തത് കോഴിമുട്ട. ഇത് ഇപ്പം ചോദിക്കും, നാട്ടിലെ കോഴിയുടെ നാടൻ കോഴി വേണോ മറ്റേ കോഴി വേണോ? ഇപ്പോൾ വിദേശത്തുള്ളവർക്കൊക്കെ നാടൻ കോഴിയൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? അപ്പോൾ കിട്ടുന്ന കോഴിയുടെ ഏത് മുട്ടയെന്ന് വെച്ചാൽ അതെടുക്കുക. ഇത് താരൻ അകറ്റാൻ നല്ലതാണ്. ഇത് നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് ഈ കോഴിമുട്ട എന്ന് പറയുന്നത്. മുട്ടയുടെ വെള്ള നല്ലതുപോലെ അടിച്ച് പതപ്പിച്ച് അതിൽ ലേശം നാരങ്ങാനീര് കൂടി ചേർത്ത് കുളിക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പേ തലയിൽ നല്ലതുപോലെ തേക്കുക. ഇത് 1/2 മണിക്കൂർ ശേഷം കഴുകിക്കളയുക. ഇത് മുടി വളരാനും മുടി നല്ല സോഫ്റ്റ് ആവാനും, അതായത് സിൽക്ക് ആവാനും ഒത്തിരി നല്ലതാണ് ഈ മുട്ടയുടെ വെള്ള. അടുത്തത് തൈര്. കുളിക്കുന്നതിന് മുമ്പ് തലയിൽ തൈര് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. 1/2 മണിക്കൂർ കഴിഞ്ഞ ശേഷം കുളിക്കാം. അടുത്തത് ബദാം ഓയിലും കുറച്ച് നെല്ലിക്ക ജ്യൂസും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് തലയിൽ പുരട്ടി 1/2 മണിക്കൂർ കഴിഞ്ഞ് കുളിക്കുക. നിങ്ങളുടെ വീട്ടിൽ കറ്റാർ വാഴ, അതായത് ആലുവേര ചെടി ഉണ്ടെങ്കിൽ, ഞാൻ ഈ വീട്ടിലുണ്ടെന്ന് പറയാൻ കാര്യം ഫ്രഷ് ചെടിയാണ് ഇതിന് ഏറ്റവും നല്ലത്. നമ്മൾ മറ്റേ ജെൽ മേടിക്കുന്നതും ഉപയോഗം ഇല്ല എന്നല്ല, ഗുണമുണ്ട്. പക്ഷെ ഫ്രഷ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഈ കറ്റാർ വാഴയുടെ ജെൽ തലയിൽ പുരട്ടുക. 1/2 മണിക്കൂറിന് ശേഷം കുളിക്കാം. അടുത്തത് 2-3 ടേബിൾ സ്പൂൺ ഉലുവ. ഇത് പൊതുവെ എല്ലാവരും ചെയ്യുന്നതാണ്. ഉലുവ പേസ്റ്റാക്കി
തലയിലിടുന്നത്. ഇത് 2-3 ടേബിൾ സ്പൂൺ തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേന്ന് വേണം അരച്ചെടുക്കാൻ. അതായത് ഉലുവ നല്ലതുപോലെ കുതിരണം, അതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഈ അരച്ച പേസ്റ്റിലേക്ക് കുറച്ച് ഉള്ളിനീര് കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ റിസൾട്ട് ഏറ്റവും നല്ലതായിരിക്കും. ഇതിലും സവാള വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, കൊച്ചുള്ളി വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ഉള്ളിനീരിന് വേണ്ടി. ഇതിന് അളവില്ല. ഇത് നല്ലതുപോലെ തലയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക. മുടി സോഫ്റ്റ് ആകാനും ഇത് വളരെ നല്ലതാണ്. അടുത്തത് കുറച്ച് തേങ്ങാപ്പാലിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് തലയോട്ടിയിൽ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂറിന് ശേഷം തല കഴുകുക. തേങ്ങാപ്പാൽ നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് മുടിക്ക്, നല്ലൊരു ടോണർ കൂടിയാണ്. അപ്പോൾ ഇതും അപ്ലൈ ചെയ്യാം. ഏറ്റവും ലാസ്റ്റ്, അതായത് 10ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒലിവ് ഓയിലും വെളിച്ചെണ്ണയും. ഇത് തുല്യ അളവിലെടുത്ത് അതിൽ പകുതി അതായത് ഒത്തിരി നാരങ്ങാനീര് വേണ്ട, ഒരു അരമുറി നാരങ്ങാനീര് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മതിയാകും. ഈ നാരങ്ങാനീരും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം ഇത് തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ശേഷം കുളിക്കാം. അപ്പോൾ ഈ 10 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. മാക്സിമം ഇത് നിങ്ങളുടെ കൂട്ടുകാരിൽ, ബന്ധുക്കളിൽ ഒക്കെ എത്തിക്കാൻ ശ്രമിക്കുക. ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഇടണം, ലൈക്ക് ചെയ്യണം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.